അപ്പോൾ നമുക്ക് അമ്മാമ്മയുടെയും കുടുംബത്തിൻ്റെ ഒപ്പമുള്ള ഗോവയിലെ അടിപൊളി വിശേഷങ്ങളൊന്നും വേഗം കണ്ടിട്ട് വന്നല്ല വായോ. ഇത് ഗോവയിൽ വെച്ച് കണ്ട മധുരമുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് പറഞ്ഞുതരാമോ? എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ദേ ഗോവ കാണാനായിട്ട് ഇറങ്ങിയണ്ട. അമ്മാമേ റെഡിയല്ലേ? ഇത് ഗോവയിലത്തെ ഒരു മാർക്കറ്റാണ്. എന്ത് രസമായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കണെന്ന് അറിയാമോ? നല്ല കിടിലനായിട്ട് മഴയൊന്നും വെയിലൊന്നും നനയാത്ത രീതിയിൽ എല്ലാം ഷെൽട്ടർ ചെയ്തിട്ടാണ് ഇവിടെ ഓരോ സാധനങ്ങൾ സെല് ചെയ്യണേ. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം റേറ്റ് ചോദിച്ചത് വെളുത്തുള്ളിയുടെ റേറ്റ് ആണ്ടാ. എത്രയാണെന്ന് കേട്ടോ? 600 കിലോന് 600 രൂപയാണ് 1 കിലോ വെളുത്തുള്ളിക്ക് ഗോവയിലിട്ടാ. അവിടെ നിന്ന് നേരെ പുണ്യാളൻ്റെ ആ ഒരു രൂപം കാണാനാണ് പോയത്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഓൾറെഡി ഇട്ടേക്കുന്നുണ്ട്, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള. അതിനുശേഷം നേരെ വാഗാ ബീച്ചിലേക്ക് പോയിട്ടാ. വാഗാ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം മുടിയൊക്കെ ബ്രൈഡ് ചെയ്യണ പരിപാടിയൊക്കെ റോസ്മിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് റോസ്മി 5 മുടി ബ്രൈഡ് ചെയ്യണത് ചെയ്ത്. പിന്നെ കിട്ടുമ്പോഴേക്കിനും ഒരു കാര്യം പറയാം, നമ്മുടെ ഹാപ്പി അവർ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ടീമാണ് ഗോവയിലേക്കുള്ള നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡും ട്രെയിനിലെ ടിക്കറ്റും ഇവിടുത്തെ താമസവും ഇവിടുത്തെ ട്രാവലിങ്ങും എല്ലാം റെഡിയാക്കി തന്നത്. നല്ല അടിപൊളി പാക്കേജാണ് അവർ സെറ്റ് ചെയ്ത് തന്നത്. ഗോവയുടെ ബീച്ചുകളുടെ പുറത്തൊക്കെ നമുക്ക് ഒരേപോലത്തെ ഡ്രസ്സുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാൻ ഇതൊരു കോംബോ വാങ്ങിച്ച് അതിന് രണ്ടിനും കൂടി 500 രൂപയുടെ റേറ്റ് വന്നു. കുബേരൻ സിനിമയിൽ ദിലീപ് അണിഞ്ഞൊരുങ്ങി നിൽക്കണ പോലെ ഒരു ചേട്ടൻ ഗോൾഡൻ കളർ പെയിൻ്റൊക്കെ അടിച്ച് നിൽക്കണ്ടായിരുന്നു. അമ്മാമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് പുള്ളി അമ്മാമ്മയുടെ ഒപ്പം നിന്ന് കുറച്ച് നേരം ഒന്ന് പോസൊക്കെ ചെയ്ത് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ് ഇന്ന് അമ്മാമ്മയുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനും അമ്മാമ്മയെ വിഷ് ചെയ്ത് നമ്മൾ ഈ റീലിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഐസ്ക്രീമുകൾ കൊണ്ടുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ അഞ്ജുവിന് അത് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ 5 പോയി നിന്നതേ ചമ്മി കലക്കണുണ്ട്. ഇതേ നിൽക്കണം. ഇതിപ്പോൾ വാങ്ങിക്കാമെന്നും പറഞ്ഞ പോയ 5 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും അയാളുടെ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് നേരം കൂടി നിന്ന് കഴിഞ്ഞപ്പോഴേക്കിനും 5 ടിഷ്യൂ ഒക്കെ തിന്നണതാണ് കേട്ടോ. അതെ, ടിഷ്യൂ ഒക്കെ തിന്നണുണ്ടായിരുന്നു ഐസ്ക്രീം, എന്നിട്ടും തിന്നിട്ടില്ല. അങ്ങനെ നേരെ ഗോവയിലുള്ള അടുത്തൊരു ബീച്ചിൻ്റെ പേര് അത്ര പിടിയില്ല, എന്തായാലും ഒരു വലിയ പേരാണ്. അപ്പോൾ ആ ഒരു ബീച്ചിലേക്ക് ഇറങ്ങി. ആ ഒരു ബീച്ചിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ലവ് ചിഹ്നങ്ങളും ഐ ലവ് ഗോവയും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളും പിന്നെ കുരുത്തോല പോലത്തെ ഒരു സാധനം കൊണ്ട് അവിടുത്തെ റിസോർട്ടുകളിലെ പുറത്തിരിക്കാനുള്ള ചെയറിന് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് മൊത്തം ഒരു ഗോവൻ ആംബിയൻസ് ആ ഒരു ബീച്ചിൽ മൊത്തം കണക്ട് ചെയ്ത് ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ അമ്മയും അമ്മാമ്മയും അപ്പച്ചനൊക്കെ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കണോടൊപ്പം ഞങ്ങൾ ഞെട്ടിത്തരിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാ. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അമ്മാമ്മയുടെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാനായിട്ടുള്ള സ്പോട്ട് ഇത് ഇവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ ഈ ഒരു കളർ വൈബിൽ തന്നെ ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു ബീച്ചിൽ വെച്ച് ഇവിടെ ഇട്ട് അമ്മാമ്മയുടെ കേക്ക് മുറിക്കണതിൻ്റെ വീഡിയോ ഒക്കെ ലൈവായിട്ട് തന്നെ പോയതുകൊണ്ട് രണ്ടാമതൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആ കേക്ക് മുറിക്കണതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളാണത്. അങ്ങനെ പോയി കിടന്നുറങ്ങി രാവിലെ ഒരു 3 മണിയായപ്പോഴേക്കിനും റൂം വെക്കേറ്റ് ചെയ്ത് നേരെ വണ്ടി തിരിച്ചു കൊടുത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ ചേച്ചി അമ്മാമ്മേനെ കാണാനും ഞങ്ങളെല്ലാവരും കാണാനായിട്ട് ഓടി വന്നതാണ് രാവിലെ തന്നെ. പേരെങ്ങനെയായിരുന്നു ചേച്ചി? സീന ചേച്ചി. സീന ചേച്ചി ഇവിടെ ഗോവയിൽ സെറ്റിലായിട്ട് എത്ര വർഷമായി? 24 വർഷമായി. ഹസ്ബൻഡ് ജോലി ലോക്കോ പൈലറ്റാണ്. അമ്മാമേ സന്തോഷമായാ? അമ്മാവനെ കാണാൻ വേണ്ടി വെളുപ്പിന് ഈ ചേച്ചിയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് ട്രെയിൻ ഏകദേശം 1.5 മണിക്കൂർ ലേറ്റാണ്. പ്രാർത്ഥിച്ചില്ലേ? കണ്ടാ? അപ്പൊ ഏതായാലും എല്ലാരും കാണാനൊക്കെ പറ്റിയ സന്തോഷമായില്ലേ? ഓക്കെ. അപ്പൊ നാട്ടിൽ വരുമ്പോ വീട്ടിലേക്കൊക്കെ വരണം. എന്റെ വീട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണല്ലേ? ഓക്കെ. അപ്പൊ ഏതായാലും അമ്മാമ്മയോടൊപ്പം ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അടിപൊളി. ഇവിടെ നമുക്ക് ട്രെയിൻ ഏകദേശം വന്ന് ഞങ്ങൾ തിരിച്ചു പോകാൻ പോകണം ഗോവയിൽ നിന്ന്. അപ്പോൾ വീണ്ടും കാണാം. ഗോവ ടാറ്റാ ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഗോവയിൽ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. എക്സ്പെൻസ് വേഗമെന്ന് പറയാം. അപ്പ് ആൻഡ് ഡൗൺ ട്രെയിൻ ടിക്കറ്റും പിന്നെ 2 ദിവസത്തെ സ്റ്റേയും 2 ദിവസത്തെ ഫുഡും 2 ദിവസത്തെ അവിടുത്തെ ട്രാവലിംഗ് എക്സ്പെൻസും ഉൾപ്പെടെ നമുക്ക് 5200 രൂപയാണ് ഒരാൾക്ക് ചിലവ് വന്നേക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി നമുക്കിത് കോർഡിനേറ്റ് ചെയ്ത് ആദ്യ അവസാനം വരെ കൂടി ഉണ്ടായിരുന്ന ടീം ഹാപ്പി അവർ മേക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ വിശ്വസമായിട്ടും പ്രാർത്ഥനയായിട്ടും കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.